സർ, ഇന്ന് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി മഗർദ്വാറിന് മുന്നിൽ നടന്ന പ്രതിഷേധം മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭരണപ്രതിപക്ഷങ്ങൾ. അതിനുശേഷം BJP അംഗങ്ങൾക്ക് 2 പേർക്ക് പരിക്കേറ്റതായുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ആ പരിക്കെന്താണെന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അത് കാരണം വെച്ചാൽ ഭാവനയിലുണ്ടായിട്ടുള്ള പരിക്കാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധി തള്ളിയെന്നോ പ്രിയങ്ക ഗാന്ധി തള്ളിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമിത്ഷാ എത്രത്തോളം ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയാണ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തതെന്നുള്ളത് ഈ ലോകം മുഴുവൻ കണ്ടതാണ്. മാത്രമല്ല, അംബേദ്കറിനെ ഒരു പരിഹാസ്യ കഥാപാത്രം പോലെയാണ് ആക്കിയത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഈ രീതിയിലല്ല 75 വർഷത്തെ സുവർണ പ്രയാണം ഭരണഘടനയുടെ കൈകാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല, പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നത് തന്നെ പാർലമെൻറ്റിനോടുള്ള അനാദരവായിരുന്നു. അതിനുശേഷം അദ്ദേഹം അമിത്ഷായുടെ ധാർഷ്ട്യവും ധിക്കാരവും സഭയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം സഭയെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് എന്തുകൊണ്ടാണ് GSTയെ നരേന്ദ്രമോദി ആദ്യം എതിർത്തിരുന്നതെന്ന് ഉള്ള ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 വർഷത്തെ നഷ്ടപരിഹാരം കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾ കൊടുക്കാമെന്നുള്ള നിബന്ധന വന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി എതിർപ്പ് മാറ്റിവെച്ചത്, അല്ലെങ്കിൽ BJP എതിർപ്പ് മാറ്റിവെച്ചതെന്നാണ്. പച്ചക്കള്ളമാണ്. അതായത് സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ കേവലം 5 വർഷം മാത്രമായിരുന്നു. ആ 5 വർഷത്തെ കോമ്പൻസേഷൻ ദീർഘിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സഭയിൽ വന്നിട്ട് പറയുകയാണ് 10 വർഷത്തെ കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകി എന്നുള്ളത്. യഥാർത്ഥത്തിൽ അംബേദ്കറിനെ പോലെ ഒരു വ്യക്തിത്വത്തെ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും അവഹേളിച്ചിട്ടില്ല. ഇപ്പോൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ തന്നെ കാൽപ്പനിക കഥയാണ്. അതായത് സമരത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ ചെയ്തതാണ് സ്വാതന്ത്ര്യ സമരമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ വേറൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു തലം ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് BR അംബേദ്കർ യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡിനെതിരെ RSS ശക്തമായി സമരം ചെയ്തുകൊണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുമതം വിട്ട് അദ്ദേഹം ബുദ്ധമതത്തിൽ പോയത്? RSS യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ ജാതീയത, ചാതുർവർണ്ണത്തെ എതിർത്തുകൊണ്ടാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നത്. അതുപോലും തമസ്കരിച്ച് അംബേദ്കർ എന്തോ അവരുടെ ആളാണ്, ഒരു അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ടാണ്. പക്ഷെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നു. അംബേദ്കറിനോടുള്ള എതിർപ്പും അമർഷവും അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ അറിയാതെ പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പൂച്ച പുറത്തായത്. ഇന്ന് രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിസംബോധന ചർച്ച ചെയ്യുകയാണ്.